ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മുടെ ലൈൻമാന്റെ എക്സാം ആവാറായി അല്ലേ? അപ്പോ രണ്ട് ലൈൻമാന്റെ എക്സാം ഉണ്ട്, നവംബറിലും ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാണ്ട് ഇപ്പൊ 131/2021, അതായത് ലൈൻമാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് മുന്നേ നടന്ന കോമൺ എക്സാം ലൈൻമാനും ഇലക്ട്രീഷ്യനും ഒക്കെ കോമൺ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. Which law indicates that in a closed electric circuit, the applied voltage is equal to the sum of the voltage drop? എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കെ സി എല്ലും പഠിച്ചിട്ടുണ്ട്, കെ വി എല്ലും പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഏതാ വരുന്നുണ്ടാവുക? കെ സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കറന്റിന്റെ ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഗാജ് ബ്രേക്ക് സം ഓഫ് കറന്റിന്റെ നോഡ് ഈസ് ഈക്വൽ ടു സീറോ അല്ലെ? അപ്പോ ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്വാഭാവികമായിട്ടും എന്താ കിർച്ചോഫ് സെക്കൻഡ് ലോ, അതായത് കെ വി എൽ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ കെ സി എൽ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരുന്നുണ്ടാവുക? കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ കെ വി എൽ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ വീണ്ടും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താ? കെ സി എൽ എന്ന് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് വരുന്നത് അല്ലെ? സി ഫോർ ചാർജ്. കെ വി എൽ ആണെങ്കിലോ കൺസർവേഷൻ ഓഫ് എനർജി ആണ് വരുന്നത് അല്ലെ? കൺസർവേഷൻ ഓഫ് എനർജി ആണ് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സും കൂടി എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞു പറഞ്ഞു പോവാട്ടോ. ഓക്കെ. അപ്പോ ഇത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് കിർച്ചോഫ് സെക്കൻഡ് ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്യൂ ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ടി ആണ് അല്ലെ? അപ്പൊ ഐ എന്ന് പറഞ്ഞാല് ക്യൂ ബൈ ടി അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ കറന്റ് ഇൻറ്റു ടൈം, ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഡിഫൈൻസ് ദി ചേഞ്ച് റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെന്റിഗ്രേഡ്? എന്താ നമ്മളെ ആ ഒരു ഇക്വേഷൻ പഠിച്ചില്ല എന്താ? ആൽഫ അല്ലെങ്കിൽ ആർ ടി സിക്കോട്ടെ ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. അപ്പൊ ഇതിൽ ഏതാ ചേഞ്ച് ചെയ്യുന്നത്? സോ ഇതിൽ ഏതാ ഡിഫൈൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവും അല്ലെ? ആർ ടി സിക്കോട്ടെ ആർ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഇക്വേഷൻ പഠിച്ചതല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. റെസിസ്റ്റൻസ് ഓഫ് 250 വോൾട്ട് 100 വാട്ട്സ് ലാമ്പ് വിൽ ബി. നമുക്കറിയാം പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ ഇവിടെ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. വി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്ര? 250 × 250 ഡിവൈഡഡ് ബൈ 100. 25ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 625 ഓം. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലൈൻമാൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഐ ടി ലെവൽ ഇഷ്ടംപോലെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ എന്താ സിലബസ് 100% സിലബസ് എന്താ സെയിം തന്നെയാണ്, അതിലൊരു ചേഞ്ചസും ഇല്ല. അപ്പോ നിങ്ങൾക്ക് പി വൈ ക്യൂസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു 80+ മാർക്സിന്റെ അടുത്ത് പി വൈ ക്യൂ നോക്കിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് എന്താ? ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങളിപ്പം ലൈൻമാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണല്ലേ? ഡിസ്ട്രിക്ട് വൈസ് ആകുമ്പോൾ അവിടെ വേക്കൻസി സ്വാഭാവികമായിട്ടും കുറവാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അവിടെ 85+ ഷുവറായിട്ട് നിങ്ങൾ അവിടെ നേടിയേ മതിയാവുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താ നിങ്ങൾ ഫേസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ്. റെസിസ്റ്റിവിറ്റി എന്താ? ഇൻക്രീസസ് വെരി സ്ലോലി ബൈ ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ. നമ്മുടെ റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താ? ഇസ് നത്തിങ് ബട്ട് കണ്ടക്ടൻസ് അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അതായത് കണ്ടക്ടൻസ് ജി ഈസ് നത്തിങ് ബട്ട് 1/r. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ആർ ദി ത്രീ ഫാക്ടേഴ്സ് വാട്ട് ആർ ദി ത്രീ ഫാക്ടേഴ്സ് എസെൻഷ്യൽ ടു മേക്ക് എ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്സ്? സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട്സിന് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഫസ്റ്റ് ഒരു സോഴ്സ് വേണം അല്ലെ? നമുക്ക് അവിടെ ഫസ്റ്റ് ഒരു സോഴ്സ് വേണം. പിന്നെന്താ വേണ്ടേ? നമുക്ക് അവിടെ ഒരു ലോഡ് വേണം. സോഴ്സിന്റെ ലോഡിന്റെ അടക്കം എന്താ? ഒരു പാത്ത് വേണം. ഇതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് ഒരു സോഴ്സ് വേണം, പിന്നെന്താ വേണ്ടേ? ഒരു ലോഡ് വേണം, പിന്നെന്താ അതിന്റെ അടക്കം നമുക്ക് ഒരു പാത്തും കൂടി വേണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയാ? സോഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ എന്താ പറയാം? ഇ എം എഫ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ലോഡ്.
പാത്തിലെ കൂടെ എന്താ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക, ഒരു കറന്റ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഇ എം എഫ്, കറന്റ്, റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, ഓപ്ഷൻ സി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ ഷോർട്ട് ഇഫ് ദ ഷോർട്ട് സർക്യൂട്ട് ഈസ് ഒക്കേർഡ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ദ വാല്യൂ ഓഫ് ദി റെസിസ്റ്റൻസ് വിൽ ബി. നമ്മളൊരു രണ്ട് ടെർമിനൽ ഉണ്ട് വിചാരിക്കാം. ഇത് ഷോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താ, സീറോ ആണ്. അതിന്റെ ഓപ്ഷൻ സി. കാരണം വെച്ചാൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക അല്ലെ. നേരെ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലോ അതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കറന്റ് ഇൻ എ സീരീസ് സർക്യൂട്ട് ഈസ്. സീരീസിൽ എന്താ കറണ്ട് എന്താ സെയിം ആണ് വരുന്നുണ്ടാവുക അല്ലെ. കറണ്ട് വിൽ ബി സെയിം ഇൻ ദ സീരീസ് സർക്യൂട്ട്. ദ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ. നമ്മൾ മെഷർമെന്റ്സിന്റെ കേസിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. കാപ്പ് വാസോ എൽ എം ഡി എം. അതായത് കാപ്പ് ലോ വാല്യൂ ഓഫ് ആർ, വാസോ മീഡിയം വാല്യൂ ഓഫ് ആർ, എൽ എം ഡി എം ഹൈ വാല്യൂ ഓഫ് ആർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോ വാല്യൂ ഓഫ് ആർ കാപ്പ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്. വാസോ വീസ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ്, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ് രണ്ടിലും പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഓമീറ്റർ, ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, മെഗർ, ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മെഗാ ഓം മെത്തേഡ്. അപ്പൊ ഇവിടെ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ കെൽവിൻസ് ബ്രിഡ്ജ് മെത്തേഡ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഓംസ് ലോ ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ്. ഓംസ് ലോന്റെ കേസ് നമ്മളൊരു കണ്ടീഷൻ പറയാറുണ്ട്. എന്ത് കണ്ടീഷൻ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ കൂടി നമ്മളോട് പറയാറുണ്ട് അല്ലെ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഓംസ് ലോ എന്ന് പറയുന്നത് വോൾട്ടേജും കറന്റും, അല്ലെങ്കിൽ എന്ത് പറയാം, ഇ എം എഫും കറന്റും റെസിസ്റ്റൻസും എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ഇ എം എഫും കറന്റും റെസിസ്റ്റൻസും എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഓംസ് ലോ പ്രകാരം ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ ആർ അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ ആർ, പി ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ ആർ, പി ഈസ് നത്തിങ് ബട്ട് ഐ സ്ക്വയർ ഇൻറ്റു ആർ അല്ലെ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. What is the change of resistance value if the conductor as its diameter is doubled? R is nothing but rho into L by A. Diameter double ചെയ്തു എന്ന് പറഞ്ഞാൽ it is nothing but A എന്ന് പറഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 4 അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ല. ആർ എന്ന് പറഞ്ഞാൽ ഡി ബൈ 2 ആണ്. അപ്പോ ഡിയുടെ വാല്യൂ ഡബിൾ ആയി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2D ദ ഹോൾ സ്ക്വയർ വരും. അപ്പോ 4 ടൈംസ് ഡി സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ എന്ത് വരും, ഇവിടെ 4 ടൈംസ് ആവുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസസ് ടു 4 ടൈംസ് വരുന്നുണ്ടാവും അല്ലെ. ഡിക്രീസസ് ടു 4 ടൈംസ് ആണ് അവിടെ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നുണ്ടാവും അല്ലെ. റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നുണ്ടാവും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്, എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നുണ്ടാവുക. 16ാമത്തെ ക്വസ്റ്റൻ, ദ പാരലൽ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ. എന്താ, ഹൗസ് വയറിംഗ് നമ്മൾ പാരലൽ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സപ്ലൈ എന്താ എല്ലാ എക്യുപ്മെന്റിനും ഈക്വൽ ആയിട്ട് അവിടെ കിട്ടണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലൽ സർക്യൂട്ട് നമ്മൾ ഹൗസ് വയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ സീരീസ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17ാമത്തെ ക്വസ്റ്റൻ അതാണ്. സീരീസ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ എന്താ. സീരീസ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂസ് ആണെന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ ഫ്യൂസ് എപ്പോഴും നമ്മൾ എന്താ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാബിലൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ എന്താ ഫ്യൂസ് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ. കാരണം വെച്ചാൽ എല്ലാ കറണ്ടും എന്താ ആ ഒരു ഫ്യൂസിലേക്ക് കൂടെ ഫ്ലോ ചെയ്യണം, എന്നാലും മാത്രമേ അവിടെ അത് എന്താ ബേൺ ഔട്ട് ആവാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, 17ഉം എ ആണ് ആൻസർ വരുന്നുണ്ടാവുക. 16ഉം ഓപ്ഷൻ എ ആണ്, 17ഉം എന്താ ഓപ്ഷൻ എ ആണ്. ഓക്കെ, 18 ഇൻ ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദ ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. 18 ബി ആണ്. ദ ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 19ാമത്തെ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓൺ ഇൻക്രീസിംഗ് ദി ടെമ്പറേച്ചർ. കണ്ടക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ അവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക, അവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഷുഡ് ഇൻക്രീസ് അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവും. നമ്മളവിടെ ഫിലമെന്റ് ലാമ്പിന്റെ ഒക്കെ കേസിൽ നമ്മളവിടെ പറയുന്നത് കേൾക്കാറില്ലേ. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ പാരലൽ സർക്യൂട്ട് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്
പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് എന്തായിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 21. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ് ഈസ് നോൺ ആസ്. അതായത് നമ്മൾ റെസിസ്റ്റൻസിന് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താ വരുന്നുണ്ടാവുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓപ്ഷൻ ബി, റിലക്റ്റൻസ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. റിലക്റ്റൻസ് ആണ് അവിടെ വരുന്നുണ്ടാവുക. ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പെർമിയൻസ് അല്ലെ. കണ്ടക്ടൻസിന്റെ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ കണ്ടക്ട് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ എന്താ? പെർമിയൻസ് ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി, പെർമിയൻസ്. ഓക്കെ, മാറിപ്പോലെ. ഓക്കെ, 23. The direction of force of on a conductor in a magnetic field is determined by Fleming's ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് പറയുന്നുണ്ടാവുക. 24 നോക്ക്. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഓപ്പോസസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താ നേരത്തെ പറഞ്ഞ റിലക്റ്റൻസ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഓക്കെ, ഓക്കെ, റിലക്റ്റൻസ്. ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ദ ലാമിനേറ്റഡ് കോർസ് ആർ യൂസ്ഡ് വിത്ത് എ വ്യൂ ടു റെഡ്യൂസിങ് എന്താ എഡ്ഡി കറന്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ലാമിനേറ്റഡ് കോർസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. എഡ്ഡി കറന്റ് ലോസ് അവിടെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ ലാമിനേറ്റഡ് കോർസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എന്താ ഈസ് നത്തിങ് ബട്ട് മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്നൊക്കെ പറയില്ല. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അല്ല, ഫ്ലക്സ് ലിങ്കേജ്. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ സ്റ്റാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ. സ്റ്റാറ്റിക് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ട്രാൻസ്ഫോമേഴ്സ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. കാരണം വെച്ചാൽ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. അവിടെ സ്റ്റാറ്റിക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ് അവിടെ ഉണ്ടാവുന്നത്. നേരെ ജനറേറ്ററിലൊക്കെ ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ് അവിടെ ഉണ്ടാവുന്നത്. 28. ദ എഡ്ഡി കറന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോർ എന്താ വരിക? ക്രിയേറ്റ് എ ലോസ് ഓഫ് യൂസ്ഫുൾ എനർജി അല്ലെ. അതായത് എഡ്ഡി കറന്റ് കാരണം അവിടെ എന്താ ഒരു ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്ററിസ് ലോസും ആ രണ്ടൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചു നോക്കാം. ചിലപ്പോൾ അതിന്റെ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ എൻ ഇൻഡക്ടൻസ് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഫോർ എൻ ഇൻഡക്ടൻസ് ദ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇൻഡക്ടൻസിന്റെ കേസിൽ കറന്റ് എന്താ? പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരുന്നുണ്ടാവുക. The electrical current is analogous to magnetic circuit is it is nothing but our flux അല്ലെ. ഫ്ലക്സ് ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. ഫ്ലക്സ്. ഫ്ലക്സ് is denoted by phi. The electric current is defined as the electric current is defined as flow of electrons in a conductor ആണ് ബെറ്റർ ചോയ്സ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. 32. വാട്ട് ഈസ് ദി പൊളാരിറ്റി ഓഫ് എ സി സോഴ്സ്? പൊളാരിറ്റി എന്ത് ചെയ്യും? അറ്റ് റെഗുലർ ഇന്റർവെൽ എന്ത് ചെയ്യും? അത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും അല്ലെ എ സിയുടെ കേസിൽ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് അവിടെ ബെറ്റർ ചോയ്സ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. അതായത് ചേഞ്ചസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഇനി 33. വാട്ട് ഇസ് ദി സ്റ്റാൻഡേർഡ് ഡൊമസ്റ്റിക് സപ്ലൈ വോൾട്ടേജ് ഇൻ ഇന്ത്യ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്? 240 വോൾട്ട് അല്ല നമ്മളിപ്പം പറയുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ 240 വോൾട്ട് അല്ലേ പറയുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 34. എനിക്കൊന്ന് അതൊന്ന് ക്വസ്റ്റ്യൻ നോക്കേണ്ടി വരും. നമ്മളെ ഓപ്ഷനിൽ കോഴ്സിലെ ഫൈനൽ ആൻസറിംഗ് 230 ആണോ ഡൗട്ട് ഉണ്ട്. ഇനി നമ്മളിപ്പോ 240 ആണ് പറയുന്നുണ്ടാവുക. ഫൈനൽ ആൻസറിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വൈ എ സി ട്രാൻസ്മിഷൻ ഇസ് പ്രിഫേർഡ് ടു ലോങ് ഡിസ്റ്റൻസ് ദാൻ ഡി സി? എന്തുകൊണ്ടാ? ലൈൻ ലോസ് കുറവാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ബൈ 50 എ സി സപ്ലൈ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ? ടി ഈസ് നത്തിങ് ബട്ട് 1/50 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.02 സെക്കൻഡ്സ്. ജസ്റ്റ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. 35ന്റെ ആൻസർ ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ആർ എം എസ് വാല്യൂ? ആർ എം എസ് വാല്യൂ ഈസ് നത്തിങ് ബട്ട് Vm/√2 അല്ലെ. വി ആർ എം എസ്
വി ആർ എം എസ് ഇസ് നത്തിങ് ബട്ട് വി എം ബൈ റൂട്ട് എന്ന് വെച്ചാൽ 1.414. അപ്പൊ 1.414 എന്ന് വെച്ചാൽ 0.707. അപ്പൊ വി ആർ എം എസ് 36ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 37ാമത്തെ ക്വസ്റ്റനോ, ഇൻ എൻ AC circuit the low value of KVR compared with KW indicates that the low value of KVR എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ പവർ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. 38 ഇൻ എൻ AC circuit the ratio of KW by KVR represents. KW എന്ന് പറഞ്ഞാൽ VA cos Y ആണ്, KVA എന്ന് പറഞ്ഞാൽ VA ആണ്, cos Y is nothing but our power factor. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ്. 32 ഇൻ എൻ AC circuit laminated iron is used. ലാമിനേറ്റഡ് കോർ അത് തന്നെയല്ലേ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ എന്തിനാ, ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. കോറായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അത് അയൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടു റെഡ്യൂസ് ദി എഡ്ഡി കറന്റ് ലോസ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ഓർ വോൾട്ടേജ് ഈസ് ദാറ്റ്. എന്താ നമ്മ അവിടെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, അല്ല മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ അവിടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ആവുന്നുണ്ടോ, ഡയറക്ഷനും ചേഞ്ച് ആവുന്നുണ്ടോ. ഓരോ പർട്ടിക്കുലർ ഇന്റർവെല്ലും എന്താ, അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ടൈമിലും എന്താ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലേ, അതേപോലെ ഡയറക്ഷൻ അവിടെ ചേഞ്ചസ് ആവുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി, ചേഞ്ചസ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ എന്താ ഫസ്റ്റ് തന്നെ ഡയറക്ഷൻ കണ്ടോ, അപ്പം തന്നെ എന്താ ഓപ്ഷൻ എ എന്ന രീതിയിൽ പോകും. പക്ഷെ അങ്ങനെ നോക്കണ്ട, ഓപ്ഷൻസ് മുഴുവനായിട്ട് നിങ്ങൾ നോക്കാം. ചേഞ്ചസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി അടുത്ത 41, കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് എന്താ, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. പിന്നെ DC ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത്. ലാപ്പ് എന്ന് പറയുമ്പോൾ A ഷുഡ് ബി ഈക്വൽ ടു P. വേവ് ആണെങ്കിലോ A ഷുഡ് ബി ഈക്വൽ ടു 2. ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ P അല്ലെ, P ഫോർ ലാപ്പ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. 42ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക, നമ്പർ ഓഫ് പോൾസ്. 43, വാട്ട് ഈസ് ദി EMF in a 6-pole lap wound armature having 18 slots and 2 conductor per slots, shaft rotating at 100 rpm and flux per pole is 0.1 Weber. E is nothing but N5 ZP divided by 60A ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടേണ്ടതാണ്. നിങ്ങൾ ആ സൈഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകൊണ്ടും അതെല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുന്നതിന്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 44 നോക്ക്. As per Fleming's right hand rule, the middle finger points the direction of. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ മിഡിൽ ഫിംഗർ എന്താ, ഓപ്ഷൻ എ അല്ലേ, ഇൻഡ്യൂസ് EMF വരുന്നുണ്ടാവുക. ഓക്കെ. ദ ലോഡ് കറന്റ് ഓഫ് എ DC സീരീസ് ജനറേറ്റർ ഈസ്. സീരീസ് ജനറേറ്ററിന്റെ കേസ് ലോഡ് കറന്റ് പറയുന്നത് നമ്മൾ സീരീസ് ഫീൽഡ് കറന്റിന് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. 46, in a long shunt compound DC generator, the shunt field winding is connected in parallel with ആർമേച്ചറിനും സീരീസ് ഫീൽഡ് കോമ്പിനേഷനും പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക ലോങ് ഷണ്ടിന്റെ കേസിൽ. ഷോർട്ട് ഷണ്ടിന്റെ കേസിലാണെങ്കിലോ ആർമേച്ചറിന് മാത്രമായിരിക്കും പാരലൽ ആയിട്ട് ഉണ്ടാവുക അല്ലെ. അങ്ങനെ നിങ്ങൾ പഠിച്ചേക്കുന്നത്. അപ്പൊ 46ന്റെ ആൻസർ ഓപ്ഷൻ സി. ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത 47, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടോർ കാണ്ട് ചേഞ്ച് ബൈ. ആർമേച്ചർ കറന്റ് ആർമേച്ചർ കറന്റ് ഡയറക്ഷൻ ചേഞ്ച് ആവും, ഫീൽഡ് കറന്റ് ആവും, ബോത്ത് ആർമേച്ചർ കറന്റ്, ഡയറക്ഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക, ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജ്. 48, ദ സ്പീഡ് ഓഫ് എ DC മോട്ടോർ E is equal to N5 ZP divided by 60A. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF ആണ് വരുന്നുണ്ടാവുക അല്ലെ. 48 അവിടെ ബി. നമ്മൾ ആ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും അല്ലെ. അപ്പോ എൻ എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈവ് ആണ് വരുന്നുണ്ടാവുക. അപ്പൊ എൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബാക്ക് EMF ഇ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 49, ദ ഷാഫ്റ്റ് ടോർക്ക് ഇൻ എ DC മോട്ടർ ഇസ് ലെസ് ദാൻ ദി ആർമേച്ചർ ടോർക്ക് അല്ലെ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. 50ാമത്തെ നോക്ക്.
A DC shunt motor is connected with a 200-volt DC supply. It takes a line current of 18 ampere. What will be the armature current if shunt field resistance is 100 ohm? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ആദ്യം നമുക്ക് ഇവിടെ ഷണ്ട് ഫീൽഡ് കറന്റ് കണ്ടുപിടിക്കാം. അപ്പൊ അത്ര 200 ബൈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, 100 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 ആംപിയർ നമുക്ക് അവിടെ കിട്ടി. ലൈൻ കറന്റ് നമുക്ക് അവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? 18 ആംപിയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ആർമേച്ചർ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80ന്ന് 2 ആംപിയർ കുറക്കുക അല്ലെ. അപ്പൊ അവിടെ 16 ആംപിയർ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്യൂട്ട്സ് വേണമെങ്കിൽ വരക്കാം, വായിച്ചിട്ട് പെട്ടെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ, 50ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 51 നോക്ക്. ദ മോട്ടോർ യൂസ്ഡ് ഇൻ മിക്സർ ഗ്രൈൻഡർ ഈസ്. മിക്സർ ഗ്രൈൻഡർ നമ്മൾ എന്താ യൂണിവേഴ്സൽ മോട്ടോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. എപ്പോഴും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 52, ദ ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് 6 പോൾ റൊട്ടേറ്റിംഗ് അറ്റ് സ്പീഡ് ഓഫ് 950 RPM അറ്റ് യൂസ് 50 ഹെർട്സ് സപ്ലൈ, ദ പെർസെന്റേജ് ഓഫ് സ്ലിപ്പ് ഈസ്. ഏറ്റവും NS കണ്ടുപിടിക്കുക. NS ഇക്വേഷൻ 120 F ബൈ P. 120 ഇൻറ്റു ഫ്രീക്വൻസി 50 ബൈ 6 പോൾസ്, അപ്പോ 1000 നമുക്ക് അവിടെ കിട്ടി. അപ്പോ പെർസെന്റേജ് ഓഫ് സ്ലിപ്പ് NS മൈനസ് NR ഡിവൈഡ് ബൈ NS, പെർസെന്റേജ് ആകുമ്പോ ഇൻറ്റു 100. അപ്പൊ NS പറഞ്ഞ എത്ര? 1000 മൈനസ് 950 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100. അപ്പൊ അതിൽ ഒരു ആൻസർ 50 ബൈ 1000, 50 ബൈ 1000 ഇൻറ്റു 100, 5% അല്ല. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. ഇതേപോലെ എന്തൊക്കെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ എക്സാമിനൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുള്ളൂ. ഓപ്ഷൻ എ 5% ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 53, DOL starter is used to start the motor up to ഇത്ര 5 HP അല്ലേ വരെ. ഓപ്ഷൻ ബി 5 HP. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സൂട്ടബിൾ ഫോർ സ്റ്റാർട്ടിംഗ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ച് നമ്മൾ സെപ്പറേറ്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോ എന്താ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി 56ാമത്തെ ആൻസർ എന്ത് വരുന്നുണ്ടാവുക? യൂസ്ഡ് ടു മൗണ്ട് സർക്യൂട്ട് ബ്രേക്കേഴ്സ് അല്ലെ. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. 57, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷന്റെ നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എന്താ? ഡാർക്ക് ലാമ്പ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ബ്രൈറ്റ് ലാമ്പ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ MMF മെത്തേഡ് സിങ്ക്രണൈസേഷന്റെ മെത്തേഡിൽ പെടുന്നതല്ല. ഓപ്ഷൻ ഡി. 58, ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന്റെ സെൻട്രിഫ്യൂഗൽ പമ്പ് മോട്ടോർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി ഓവർലോഡ് കറന്റ് ആണോ? അല്ല അല്ല. ഇത് വരിക സപ്ലൈ ത്രൂ സ്റ്റാർട്ടിംഗ് വൈൻഡ് അല്ലെ. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന്റെ സെൻട്രിഫ്യൂഗൽ പമ്പ് മോട്ടോർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി സപ്ലൈ ത്രൂ എ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഓപ്ഷൻ എ. ഓവർലോഡിന്റെ കേസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചേക്കുന്നത്? 59, സ്പീഡ് ഓഫ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ. സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ബൈ വേരിയിങ് ദി നമ്പർ ഓഫ് പോൾസ്. ഓപ്ഷൻ എ. 60, റോളർ ഈസ് ആർമേച്ചർ ടെസ്റ്റിംഗ് മെഷീൻ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക അല്ല. 61, മോഡറേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക അല്ല, മോഡറേറ്റർ. അപ്പൊ അതിൽ നമ്മൾ റിയാക്ടർ ആയിട്ട് എന്താ യൂസ് ചെയ്യുന്നുണ്ടാവുക? അതേപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലെ. മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. 62, ദ പാർട്ട് വിച്ച് റെഡ്യൂസസ് ദി വാട്ടർ ഹാമറിംഗ് എഫക്ട് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സിസ്റ്റം ഈസ്. ഹാമറിംഗ് കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന? അവിടെ സർജ് ടാങ്ക് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ്. ദ ഡിമാൻഡ് ഫാക്ടർ ഇൻറ്റു കണക്റ്റഡ് ലോഡ് ഈസ്. ദ ഡിമാൻഡ് ഫാക്ടർ ഇൻറ്റു കണക്റ്റഡ് ലോഡ് ഈസ് നത്തിങ് ബട്ട് അവർ മാക്സിമം ഡിമാൻഡ് അല്ലെ. മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ് നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ. മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് ആണ് നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ. അപ്പൊ ഡിമാൻഡ് ഫാക്ടറിന്റെ കണക്റ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ഡിമാൻഡ് ആണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. ദ സോളാർ PV മൊഡ്യൂൾ എഫിഷ്യൻസി വിൽ ഓൾവേസ്. എന്താ സോളാർ PV മൊഡ്യൂളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ദി സെൽ എഫിഷ്യൻസി. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക.
65 സർവീസ് ലൈൻസ് ആർ പാർട്ട് ഓഫ്. ഒബ്വിയസ്ലി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ പെടുന്നതാണ് അല്ലെ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ദ സോളാർ പാനൽ ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ. സോളാർ പാനലിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ബാക്കി എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. സീസൺ ഡിപ്പെൻഡ് ചെയ്യും, ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യും, ടൈം ഓഫ് ദ ഡേ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആംബിയർ അവർ കപ്പാസിറ്റി ഓഫ് ദി ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 67 എക്സാമ്പിൾ ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സണ്ണ്. 68 കണ്ടക്ടിങ് മീഡിയ ഇൻ MHD ടണൽ ഈസ്. എന്താ വരിക? പ്ലാസ്മ അല്ലെ, ഓപ്ഷൻ ഡി. ഇനി അടുത്ത 69 an 8-pole alternator produces 50 hertz supply. What will be the speed in RPM? 120 into 50 divided by 8. എത്ര വരും? 30ഉം 2ഉം വരും. 15 into 5. അപ്പൊ 750 RPM അല്ലെ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക, 750. The unit of solar irradiance is. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. 71 അഡ്വാൻറ്റേജ് ഓഫ് DC ട്രാൻസ്മിഷൻ. നോ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വരിക, അത് വരും. നോ ഇൻഡക്റ്റൻസ് വരുന്നുണ്ടാവും. ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ എല്ലാം വരുന്നുണ്ടാവും അല്ലെ. ഓൾ ഓഫ് ദി അബോവ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നോ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ അത് നിങ്ങൾ നേർക്കാരി കുത്തരുത്. കാരണം വെച്ചാൽ എല്ലാം വരുന്നുണ്ടാവും. കണ്ടില്ലേ, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ആണ്, നോ ഇൻഡക്റ്റൻസ് ആണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ടാവും ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പൊ തന്നെ അത് നോക്കാതെ ഓപ്ഷൻസ് മുഴുവനായിട്ട് നോക്കാം. 72 സ്കിൻ എഫക്ട് ഓഫ് എ കണ്ടക്ടർ. എന്താ? ഇൻക്രീസസ് അല്ല, ആണോ? ഇല്ല. സ്കിൻ എഫക്ട് നമുക്ക് അവിടെ ഫ്രീക്വൻസി കൂടുമ്പോൾ അവിടെ സ്കിൻ എഫക്ട് കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ അല്ലെ, ഓപ്ഷൻ എ തന്നെയാണ് വരുന്നുണ്ടാവുക. വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് മോയ്സ്ചർ ഇൻ UG കേബിൾസ്. UG കേബിൾ കേസിൽ നമ്മൾ മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ മെറ്റാലിക് ഷീറ്റ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ഫ്യൂസിംഗ് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 അല്ല വരുന്നുണ്ടാവാം. ഓക്കെ. വിച്ച് എഫക്ട് ഈസ് അക്കംപനീഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഇൻ ഓവർഹെഡ് പ്ലെയിൻ. ഏതായിരിക്കും ബെറ്റർ ചോയ്സ്? കൊറോണ ആയിരിക്കും അല്ല. ഓക്കെ. സാഗ് SS W/8. ഹിയർ L സ്റ്റാൻഡ്സ് ഫോർ. L എന്ന് പറയുമ്പോൾ നമ്മൾ ആ രണ്ട് പോള് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, L എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ലെങ്ത് ഓഫ് ദി സ്പാൻ ആണ്, അല്ലാതെ ലെങ്ത് ഓഫ് പോൾ അല്ല. അത് മാറിപ്പോകും. അത് തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ സി. ഓക്കെ. ബുച്ചോൾസ് റിലേ എവിടെയാ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇത് എപ്പോഴും ചോദിക്കുന്നത്. എന്താ? കൺസർവേറ്റർ ടാങ്കിന്റെയും മെയിൻ ടാങ്കിന്റെയും ഇടക്കാണല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 78 സ്റ്റേ വയർ ആണോ? സ്റ്റേ സെറ്റ് ഉണ്ട്, എർത്ത് വയർ ഉണ്ട്, ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ക്രോസ് ആവുന്നുണ്ട്. അപ്പോ സ്റ്റേ സെറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. 79 മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റേഷൻസ് ആർ യൂസ്ഡ്. വോൾട്ടേജ് ലെവൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഹോൺ ഗ്യാപ്പ് ടൈപ്പ് സർജ് ഡൈവേർട്ടർ ഈസ് എ ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റർ ആണ്. 81 ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ യൂസ്ഡ് ഫോർ ഇംപെഡൻസ് മാച്ചിങ് ഈസ്. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇൻ PN ജംഗ്ഷൻ ഡയോഡ് ദ ഡിപ്ലീഷൻ റീജിയൻ കണ്ടെയ്ൻസ്. ഡിപ്ലീഷൻ റീജിയനിൽ എന്താ ഉണ്ടാവുക? ഇമ്മൊബൈൽ അയോൺസ് ആണ് അവിടെ ഉണ്ടാവുക. സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഏതാ? അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ PIV എത്ര? അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. അതുപോലെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി പഠിച്ചു വെക്കുക. അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ 2 VM ആണ് വരുന്നുണ്ടാവുക. വെൻ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച് ഇറ്റ്സ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഈസ്. സ്വിച്ച് ആയിട്ട് അത് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അത്?
കട്ട് ഓഫ് റീജിയനിലും അതേപോലെ എന്താ സാച്ചുറേഷൻ റീജിയനിലും ഓപ്പറേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓണും വേണം ഓഫും വേണം. അപ്പൊ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ സെമി കണ്ടക്ടർ എത്ര വാല്യൂ എത്ര വരുന്നുണ്ടാവുക? 1.21 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഓപ്ഷൻ എ അല്ലേ വരിക? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നുണ്ടാവുക. അടുത്ത ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 40.6. ഫുൾ വേവ് ആകുമ്പോൾ 81.2 ആയിരിക്കും വരുന്നുണ്ടാവുക. ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? ലൂമിനസ് ഫ്ലക്സ് ലൂമെൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ? ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ which can be used for filaments of incandescent lamp must process. ഹൈ മെൽറ്റിംഗ് പോയിന്റ് വേണം, ലോ വേപ്പർ പ്രഷർ ആയിരിക്കണം, ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം അല്ലെ? ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 89. അക്കോർഡിംഗ് ടു ദി ഇൻവേഴ്സ് സ്ക്വയർ ലോ ദ ഇല്ലുമിനേഷൻ ഓഫ് എ സർഫേസ് ഈസ് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സർഫേസ് ആൻഡ് സോഴ്സ്. ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. 90. നമ്മൾ നേരത്തെ ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ തന്നെ. മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ എന്താ യൂണിവേഴ്സൽ മോട്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. 91. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? വോൾട്ട് മീറ്റർ അമ്മീറ്റർ എന്താ ഇൻഡിക്കേറ്റിംഗ് ആണ്. എനർജി മീറ്റർ എന്താ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. 92. ദി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ടോട്ടലൈസസ് ദി ഇവന്റ്സ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഇസ് കോൾഡ് എന്താ? ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. 93. Calculate the deflection in degrees for a moving coil instrument with a deflection torque TD is given by 30 micronewton meter and controlling spring constant is 2 micronewton per Newton meter per degree. നമുക്കറിയാം ടി സി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു തീറ്റ ആണെന്നും ടി സി ഈക്വൽ ടു ടി ഡി ആണെന്നും നമുക്ക് അറിയാണ്ട് പറ്റും അല്ലെ? അപ്പൊ കെ ഇൻറ്റു തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ് എഴുതാണ്ട് പറ്റും അല്ലെ? 30 മൈക്രോ ആണ് ഇവിടെ, കെയും നമുക്ക് മൈക്രോയിൽ തന്നെ തന്നില്ല. അപ്പൊ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 30/2. 15 ആണ് വരുന്നുണ്ടാവുക. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ മേ ബി ഇത് ക്യാൻസൽ ആയിട്ടുണ്ടാവാം. ഇതിൽ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ചെയ്യാം. 95 നോക്ക്. ഇതിലെല്ലാം നമുക്ക് അവിടെ ഡിഗ്രിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് PMMC? PMMCയുടെ ഡിസഡ്വാൻറ്റേജ് എന്താ? എറേഴ്സ് ഡ്യൂ ടു ദി ഏജിംഗ് ഓഫ് കൺട്രോൾ സ്പ്രിംഗ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. 96. വിച്ച് ഔട്ട് ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ബിറ്റ്വീൻ ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി വാല്യൂസ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. Therefore ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 97. Which out of the following is not a criterion for parallel operation of transformer? Parallel operation of transformersന്റെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? സീറോ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം, അതേപോലെ സെയിം വോൾട്ടേജ് ആയിരിക്കണം, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം അല്ലെ? നോട്ട് സീറോ. ഓപ്ഷൻ എ ആണ് നോട്ട് എ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ടാവുക. ഇറ്റ് ഷുഡ് ബി സീറോ ആയിരിക്കണം, നോട്ട് സീറോ അല്ല, സീറോ ആയിരിക്കണം. 98. Distribution transformer has primary terms. The maximum flux in the core is given by E is equal to 4.44 m into F into N1. ഇക്വേഷൻ പഠിച്ചില്ലേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നുണ്ടാവും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 99. Which one of the cooling method is used for very large size of transformers? വെരി ലാർജിന്റെ കേസ് നമ്മൾ എന്താ പറയുന്നുണ്ടാവുക? ഓയിൽ ടു വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂണിറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 100. The fusing character is given by a curve between the fusing ടൈമും ഫ്യൂസിങ് കറന്റും അല്ലേ? ഓക്കെ, അതായത് ഫ്യൂസിങ് ടൈം ആൻഡ് പെർസെന്റേജ് ഓഫ് ഫ്യൂസ് കറന്റ്. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 100 നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതേപോലെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.